സൂല് വെച്ചിട്ടാണോ നിങ്ങൾ ഫസ്റ്റ് ഞങ്ങള് അവിടെ ആളുടെ ഏറ്റവും നല്ല സ്ഥാനമാണ്. കപ്പിൾസ് ആണെന്നൊക്കെ അപ്പുറത്തെ മൃഗങ്ങൾ ഇപ്പുറത്തെ മനുഷ്യർ. അവരൊന്നും പറയാനൊന്നും പോകുന്നില്ലല്ലോ ഇതൊക്കെ. 2 വർഷം എത്തവണ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്? 2 വർഷത്തെ പ്രണയത്തില് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് 5 വട്ടം. ഓക്കെ. ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടാവോ ചോദിച്ചാ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പെൺകുട്ടികളെ പൊതുവെ ഇതൊക്കെ ഓർത്ത് വെക്കാം, ആൺകുട്ടികളെ പിന്നെ മറന്നു പോകുമല്ലോ. ഇപ്പൊ എന്നോട് പാർവതി പ്ലീസ് ചോദിക്കരുത്, ഞാൻ മറന്നുപോയി ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടോട് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. അപ്പൊ ഞാൻ പറയും 1 മിനിറ്റ് കേൾക്കുന്നില്ല എന്നാ. അങ്ങനെ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞേ പറ അങ്ങോട്ട്. ആളുടെ മുഖം മാറിട്ടോ. മെയ് 17. അതാരുടെ? ജൂൺ 17. അത് വേറെ ജൂലൈ 17. 28ആണോ? അല്ല, പൊട്ടത്തെറ്റ. ഒന്നുകൂടി ഡ്രൈവ് ഓർത്ത് നോക്ക്. ഓർക്കാം. കഴിഞ്ഞിട്ട് കിടക്കാം. ഇത് കഴിഞ്ഞിട്ട് വേറെ ഇതൊക്കെ തീരുമാനാക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും 28 അല്ല 27. അത് മെയ് ആണോ ജൂണാണോ ജൂലൈ ആണോ അതൊക്കെ അറിഞ്ഞാൽ മതി. ഇതില് 3 ഏതെങ്കിലും ഒന്നാണോ? ജൂലൈ. ജൂലൈ ജൂൺ. അത് ആരുടെയോ? ജൂൺ 27. ജൂലൈ 27. ജൂൺ 27 ആണോ? ഫൈനലി. ആളുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? സെപ്റ്റംബർ 16. കുറച്ചൊക്കെ 1992. കറക്റ്റ് ആണോ? 1992 ആണോ? ഇതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കാറുണ്ടോ? പൊതുവെ പ്രണയിക്കുന്ന ആൾ ആദ്യം മീറ്റ് ചെയ്തത് ദിവസം, വഴക്കൂടിയ ദിവസം, ഇതൊക്കെ ഓർത്ത് വെക്കുന്ന ആൾക്കാരാ നിങ്ങൾ? ഓർത്ത് വെക്കാറുണ്ടോ? ഞാൻ ഓർക്കപ്പെടാനേ ആഗ്രഹിക്കുന്നില്ല സംഭവമാണ്. ഈ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ആദ്യം വന്ന് മിണ്ടുന്ന ആരാ? ചേട്ടനാണ്. ഇവിടെ കുറച്ച് സമയം എടുക്കും. ഇതേപോലെ സമയം എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ആളില്? ഇതൊക്കെ തന്നെ വഴക്ക്, ദേഷ്യല്ലേ? വഴക്ക് കൂടി കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കുന്ന അത്രേ ഉള്ളൂ. അത് തന്നെ ഇറിറ്റേറ്റ് ചെയ്യും നമ്മളെ സംബന്ധിച്ച്. ദേഷ്യപ്പെടല്ല, പിണങ്ങും. നീ എന്താ ചെയ്യുന്നത്? എവിടെ പോയി? ഇതിനെക്കാട്ട് നല്ല വഴക്കിടുന്നായിരുന്നു. അച്ഛനമ്മയ്ക്കും വിളിച്ച് അതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ഈ സൈലൻസ് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആന്ന് പറയാറുണ്ടല്ലോ, പക്ഷെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതാണ്. മനസ്സിലായോ? പാവാണ്. പക്ഷെ ഫോൺ എടുക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല, വിളിക്കുമ്പോ അത്ര എടുക്കും. ആള് ഇതേപോലെ ഷൂട്ട് കാര്യത്തിനൊക്കെ പോകുമ്പോ വിളിക്കുമ്പോ എടുക്കാറുണ്ടോ? അപ്പോഴല്ലേ ആ ഇടവേള കിട്ടുന്ന ടൈമിലല്ലേ വിളിക്കുന്നത്, ഭയങ്കര സന്തോഷ. അയ്യോടാ, നമുക്ക് വേണ്ടി ഒരു സ്പേസ് തരുന്നുണ്ടല്ലേ.